ശ്രീ ശാസ്തമംഗലം അജിത് കുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ശാസ്തമംഗലം അജിത് കുമാർ, ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ ഒരു വശത്ത്, നിയമപരമായ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത്. ഇപ്പോൾ സർക്കാർ പറയുന്നത് ശുപാർശകൾ നടപ്പിലാക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ, മറ്റ് നിയമപരമായ ഇടപെടലുകൾക്കുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ WCC അടക്കം ഈ പരാതിയുമായി മുന്നോട്ട് പോയവരടക്കം ഒക്കെ പറയുന്നത്, ഇതിലെ പ്രതിപക്ഷമടക്കം രാഷ്ട്രീയമായും പറയുന്നത് ഇതിലെ ക്രിമിനൽ നടപടികൾ പരിശോധിക്കണം, നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഈ രണ്ട് വാദങ്ങളിൽ ഏതിനാണ് നിയമപരമായ സാധുത? അപ്പോൾ ഞാൻ പാരഗ്രാഫ് 36 മുതൽ 43 വരെയുള്ള റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ 37 വി അവോയ്ഡഡ് റെക്കോർഡിംഗ് ദ നെയിംസ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് ദ വിറ്റ്നസസ് ഇൻ ദിയർ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഞങ്ങൾ അവരുടെ പേരും അവരുടെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ടിൽ മനഃപൂർവ്വം എഴുതി ചേർത്തില്ല. അതിൻ്റെ കാരണം ഈ കാര്യങ്ങളൊന്നും വെളിയിൽ അറിയാൻ പാടില്ല. പിന്നീട് ഞങ്ങൾ നടത്തിയ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സാണ്. അപ്പോൾ അബ്സല്യൂട്ട് കോൺഫിഡൻഷ്യാലിറ്റിയോടുകൂടിയാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട്. പിന്നെ അതുപോലെ പാരാ 39, even though various high profile individuals from cinema appeared before us, we could hold proceedings avoiding any publicity. അപ്പോൾ ഇത്തരത്തിലൊരു അതുപോലെ നെയർ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് മീഡിയ ബിഫോർ കംപ്ലീഷൻ ഓഫ് സ്റ്റഡി. അതുപോലെ ജസ്റ്റിസ് കെമ മാഡം ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഒരു സ്റ്റെനോഗ്രാഫറുടെ പോലും സഹായം എടുക്കാതെ അവർ തന്നെയാണ് ടൈപ്പിംഗ് നന്നായിട്ട് അറിഞ്ഞുകൂടാതെ വളരെ ബുദ്ധിമുട്ടി അവർ തന്നെയാണ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്തത്. അപ്പോൾ ദേ വാണ്ടഡ് ദ റിപ്പോർട്ട് ടു ബി കോൺഫിഡൻഷ്യൽ. പിന്നെ ഈ റിപ്പോർട്ടിനകത്ത് ഒരു നിയമ നടപടി വേണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് പ്രകാരം ഒരു പ്രോസിക്യൂട്ടബിൾ ഒഫൻസ് വേണം. പ്രോസിക്യൂട്ടബിൾ ഒഫൻസ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ പ്രൈവസി എഫക്റ്റഡ് ആണ്. പ്രൈവസി എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഈ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് 8B എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അതുപ്രകാരം ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ആരെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാതെ ഒരു നടപടിയിലേക്ക് പോകുന്നതൊട്ട് ശരിയല്ല. അത് പ്രൈവസി എന്ന് പറയുന്നത് ഒരാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ്. അത് സുപ്രീം കോടതിയിലെ 2017 കുട്ടസ്വാമി കേസിനകത്ത് വിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റിപ്പോർട്ടിനകത്ത് എല്ലാ ഭാഗങ്ങളും ഒന്നും പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല. ഇതിനോടൊപ്പം തന്നെ ജസ്റ്റിസ് കെമ മാഡം ഗവൺമെൻറ്റിന് എഴുതിയ ഒരു കത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. ഞാൻ ആ കത്ത് എന്താണെന്നൊന്ന് വായിക്കാം. ഒരു മിനിറ്റ്. ഇതാണ് എഴുതിയ കത്ത്. ഐ വുഡ് ഓൾസോ ബ്രിങ് ടു യുവർ കൈൻഡ് നോട്ടീസ് that they need to keep the report confidential since it contains details of sexual assault, harassment and abuse which were disclosed to the commission by various women in privacy in camera proceedings. We have been following the principles laid down by the Supreme Court. അത് മാഡം പറയുന്നത് പുട്ടസ്വാമി കേസിലെ വിധിയാണ്. In various decisions keeping the matter extra confidential. I would also take the liberty to alert you to follow these principles before parting with the report to anybody in a routine manner. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിനകത്ത് ഒരു അഡ്വൈസറി സ്വഭാവം മാത്രമേ ഉള്ളൂ. ഇതൊരു ക്രിമിനൽ കോടതിയല്ല, ക്രിമിനൽ ട്രയലല്ല, ഇത് ആരെയും ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുമല്ല. ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെർട്ട് എന്നുള്ള നിലയിൽ കൊടുത്ത ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങൾ നിയമമായി അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ട്രൈബ്യൂണൽ, ഇത്തരം കാര്യങ്ങൾ വേണോ വേണ്ടയോ അതിനുവേണ്ടി ഒരു നിയമത്തെപ്പറ്റിയും മാഡം പറയുന്നുണ്ട്. ആ നിയമം ലെജിസ്ലേച്ചറിൽ കൊടുത്ത് പാസ്സാക്കി. ഇത്തരം കാര്യങ്ങളിലാണ് ശ്രദ്ധ കേൾക്കുക. അല്ലാതെ ഇതിനകത്ത് വളരെ സ്ലൈസി ആയിട്ടും ലഷി ആയിട്ടും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. ഇതൊക്കെ നമ്മൾ കേൾക്കണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ പ്രൈവസി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് സോഷ്യൽ മീഡിയയിലോ പബ്ലിക്കിലോ ഇട്ട് അലക്കാനുള്ള കാര്യങ്ങളല്ല. അതിനെക്കാട്ടി നല്ല അതിനെ സംബന്ധിച്ചുള്ള റെമഡിയൽ മെഷേഴ്സ് എന്താണ് അത് മാഡം പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. ശ്രീ ശാസ്തമംഗലം അജിത് കുമാർ, ഈ റിപ്പോർട്ടിൽ തന്നെ ഇപ്പം അങ്ങ് പാരഗ്രാഫ് കണക്ക് പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ടിൽ തന്നെ 94ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് സം ഓഫ് ദ വിറ്റ്നസസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് സർട്ടൻ വീഡിയോ ക്ലിപ്സ്, ഓഡിയോ ക്ലിപ്സ്, സ്ക്രീൻഷോട്ട്സ് ഓഫ് വാട്സ്ആപ്പ് മെസ്സേജസ് എക്സെട്ര ടു എസ്റ്റാബ്ലിഷ് ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് ഡിമാൻഡ് ഫോർ സെക്സ് for the very entry into the cinema and that certain people in the industry persuade them to make themselves available for sex എന്നുള്ളതാണ്. അതായത് എവിഡൻസുകൾ അടക്കം ഹാജരാക്കിയിട്ടുണ്ട് എങ്കിൽ പ്രൈവസിയാണ് വെളിപ്പെടുത്താൻ കഴിയാത്തത്, അല്ലേ? ഇത് ഈ റിപ്പോർട്ട് തന്നെ പോലീസിന് കൈമാറിയത് പിന്നെ എന്തിനാണ്? ഇത്തരത്തിൽ ഇങ്ങനെയൊരു നിയമ നടപടിക്കുള്ള സ്കോപ്പേ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത് പോലീസിന് കൈമാറിയത്? മാഡം, ഗവൺമെൻറ്റിന് അത് കൈമാറുക എന്നുള്ളത് ഗവൺമെൻറ് ആണല്ലോ ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ്റിനല്ലേ അത് കൈമാറേണ്ടത്. അത് മാഡം അത് ചീഫ് മിനിസ്റ്റർക്കാണല്ലോ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അതാണല്ലോ അതിൻ്റെ നിയമവശം. അപ്പോൾ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൈമാറി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ റിപ്പോർട്ടിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇത് മാത്രമല്ല ഈ നിയമപരമായ റിപ്പോർട്ടിന് വളരെ പരിശോധന ഹിസ്റ്റോറിക് വേണമോ ആയിട്ടുള്ള എന്നുള്ളത് ഇമ്പോർട്ടൻസ് നോക്കാൻ ഉണ്ട്. DGPക്ക് കൈമാറിയിട്ടുണ്ട്. നിയമപരമായ നടപടി എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അത് റിട്ടേൺ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിമാരടക്കം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു ക്രിമിനൽ സാധ്യത പരിശോധിക്കാൻ കറക്റ്റാണ്. അതിനകത്ത് പ്രോസിക്യൂട്ടബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിയമ നടപടി എടുക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല അതിനകത്ത് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ 8B പ്രകാരം പ്രൊട്ടക്റ്റഡ് ആണ്, സെക്ഷൻ 6 പ്രകാരം പ്രൊട്ടക്റ്റഡ് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും എവിഡൻസുകൾ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം എവിഡൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അത് കമ്മീഷന്റെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ടാണ് അത് എവിഡൻസ് ആവുന്നത്. ഒരാൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല മാഡം. അത് ഒരാൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ പാടില്ല, പറ്റത്തുമില്ല. അത് കമ്മീഷന്റെ പരിഗണനയ്ക്ക് വേണ്ടി അത് കമ്മീഷൻ അത് അവരുടെ കാര്യത്തിന് വേണ്ടി അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവരത് സ്വീകരിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് പ്രകാരം ഒരു പ്രോസിക്യൂട്ടബിൾ ഒഫൻസ് ഉണ്ടെന്നല്ല. ഒരു പ്രോസിക്യൂട്ടബിൾ ഒഫൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. ഇതിപ്പോ പൊട്ടുസ്വാമി കേസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു അതോറിറ്റിക്ക് മുൻപിൽ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വമേധയാ കേസെടുക്കേണ്ടതുണ്ട്. അത് മറച്ചുവെക്കുന്നത് പോലും അതൊരു ക്രിമിനൽ കേസിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്. പലയിടങ്ങളിൽ വിമൺ ഗേൾ എന്ന് 2 തരത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് വിമൺ എന്നും ഗേൾ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. പോക്സോ കേസിന്റെ അടക്കം പരിധിയിൽ പെടുത്താവുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ പിന്നീട് പ്രായപൂർത്തിയായവർ പോലുമുണ്ട്. അത്തരത്തിലുള്ള അലിഗേഷൻസ് പോലുമുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്. ആ റിപ്പോർട്ടിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ചെല്ലുന്ന തെളിവല്ല. അത് ഈ കോടതിയിൽ നമുക്ക് തെളിവായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. സാങ്കേതിക പ്രശ്നമുണ്ട്, എന്നോട് ക്ഷമിക്കണം ശ്രീ ശാസ്തമംഗലം അജിത് കുമാർ. അങ്ങയിലേക്ക് തിരികെ വരാൻ കഴിയുന്നില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഉയരുന്ന 2 വാദങ്ങളാണ് ഉള്ളത്. അതിലാണ് നിയമപരമായ പോരാട്ടം വേണ്ടതുള്ളതും. അതായത് ഈ റിപ്പോർട്ടിൽ പേരിൽ ശുപാർശകൾ മാത്രമാണ് നടപ്പിലാക്കാൻ കഴിയുന്നത്. അതിൽ വെളിപ്പെടുത്തിയിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വാദം. മറ്റൊന്ന് WCCയും അതിനോടൊപ്പം തന്നെ ഈ വിവരാവകാശ പരാതി കൊടുത്ത ആളുകളും എല്ലാവരും ആവശ്യപ്പെടുന്നത്, സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും ആവശ്യപ്പെടുന്നത്, അതിനൊപ്പം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നതും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കാര്യങ്ങൾ, അതിൽ പരിശോധന വേണം, നിയമ നടപടികൾ വേണം എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളിൽ എന്തു തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് വലിയ ചർച്ചയായി ഉയർന്നു വരികയും ചെയ്യുന്നത്.